എല്ലാവർക്കും നമസ്കാരം. മായസ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Nine of Wands, Hanged Man energy, King of Pentacles, Knight of Cups, Temperance, Star energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 9 of Wands ആൻഡ് ടെമ്പറൻസ് എനർജിയാണ്. ജീവിതത്തിൽ പല പ്രാരബ്ധങ്ങളും ഒഴിവാകുന്ന ഒരു സമയമെന്ന് വേണമെങ്കിൽ പറയാം. ഒരു സമയം ബാലൻസ് ലൈഫിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതിൻ്റെ ഒരു തൃപ്തിയും കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നു. നിങ്ങൾ ലൈഫ് എങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ചിന്തിക്കുന്നത്, ആ രീതിയിൽ ലൈഫ് നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന് പറയാം. ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒരു വിധത്തിൽ ഭേദപ്പെട്ട് വരുന്നൊരു സമയമാണ്. അടുത്തിടയ്ക്ക് സർജറി കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് റിക്കവറി കാര്യങ്ങൾ നിങ്ങൾ സുഖപ്പെട്ട് വരുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതും നല്ലതായിരിക്കും. എന്തെങ്കിലും ചെക്കപ്പ് കാര്യങ്ങൾ, ഹെൽത്ത് ചെക്കപ്പൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതായത് വലിയ ഇഷ്യൂസും എന്നുള്ളതല്ല, പ്രത്യേകിച്ച് പ്രായം 40 ഏജ് കഴിഞ്ഞവർ, നിങ്ങൾക്ക് ആ ഒരു പ്രായം കഴിഞ്ഞിട്ട് വരാവുന്ന ചെറിയ പ്രശ്നങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്ന് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫുഡ് കൺട്രോൾ ചെയ്യുക. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടാവുമല്ലോ. ചില ആളുകൾ ഒത്തിരി ജങ്ക് ഫുഡ് കഴിക്കുന്നുണ്ടാവും, മദ്യം അമിതമായിട്ട് മദ്യപിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഈ ജങ്ക് ഫുഡ്, സോഡ, അതേപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ പൊതുവേ ഭക്ഷണവും മറ്റുമൊക്കെ നിയന്ത്രിക്കുന്നത് നിങ്ങൾക്ക് നല്ല പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ ബാലൻസ് പൊതുവേ ലൈഫിൽ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ജോലിയിൽ ഒത്തിരി തിരക്കുള്ള ആളുകളാണ്, കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ജോലിയും കുടുംബം നല്ല രീതിയിൽ നോക്കുകയും അതോടൊപ്പം തന്നെ ജോലിയും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എന്തോ ഒരു ലൈഫിൽ മിസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടുന്നു എന്ന് പറയാം. നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ ചിലതൊക്കെ ലൈഫിൽ തിരിച്ചു വരുന്നതാവാതെ ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എടുത്ത് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ജീവിതത്തിൽ എന്താണോ നിങ്ങൾ മിസ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടുന്ന ഒരു അനുഭവവും തൃപ്തിയും ഈ ഒരു മാസത്തിൽ കാണാം. അതേപോലെ ഹാങ്ഡ് മാൻ എനർജി ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. ഒരു സ്റ്റക്ക് ഫീലിംഗ് ആണ് നിങ്ങൾക്ക് കുറച്ചധികം നാളായിട്ട്. ലൈഫ് അതായത് കുറച്ചധികം നാളായിട്ട് നിങ്ങൾ എങ്ങോട്ടേക്കാണോ പോകേണ്ടത്, അല്ലെങ്കിൽ ഇതാണോ ശരിയായിട്ടുള്ള വഴി, ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളെ തന്നെ സ്റ്റക്കാക്കി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ ഇങ്ങനെയല്ല, ഇത് ഈ വഴിക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് സ്റ്റെപ്പ് എടുത്താൽ, നിങ്ങൾ തയ്യാറായതിന് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് ജീവിതം മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് തടസ്സം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു തടസ്സം ഇവിടെ കാണുന്നില്ല. ദൈവാനുഗ്രഹം പ്രത്യേകിച്ച് വേണ്ടുള്ളൊരു സമയമാണ്. ഈ ഒരു മാസം മാത്രമല്ല, പൊതുവേ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വർഷത്തിൽ കൂടുതലുള്ള സമയമാണ്. അപ്പോൾ നിങ്ങളായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്ന് പറയാം. കാരണം എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനിങ്ങനെ ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് എല്ലാവരോടും പറഞ്ഞ് നടക്കാതെ നിങ്ങളങ്ങോട്ട് ചെയ്യുക, സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുക. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, എല്ലാവരുടെ അടുത്തും അഭിപ്രായം ചോദിക്കുക, അപ്പോൾ ഒരാളൊരു അഭിപ്രായം പറയും, വേറൊരാൾ വേറൊരു അഭിപ്രായം പറയും, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടിട്ട് അവസാനം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്ന ഒരു രീതിയല്ല. നിങ്ങളങ്ങ് തീരുമാനിക്കുക, എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഏറ്റവും അറിവുള്ള ആരുടെ അടുത്തെങ്കിലും അഭിപ്രായങ്ങൾ ചോദിക്കുക. പക്ഷേ അഭിപ്രായം ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അത് അവരുടെ അഭിപ്രായമാണ്. നിങ്ങളാണ് പിന്നെ അതിൽ നിന്ന് ആലോചിച്ചിട്ട് എങ്ങനെയാണ് ഇത് എൻ്റെ വഴിയെ എങ്ങനെയാണത് ശ്രദ്ധിക്കേണ്ടത് എന്നൊരു തീരുമാനത്തിലേക്ക് കൊണ്ടെത്തിക്കേണ്ടത്. അല്ലാതെ മറ്റൊരാൾ പറഞ്ഞത് നിങ്ങൾ അപ്പാടെ വിഴുങ്ങുകയല്ല വേണ്ടത് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നത്, നിങ്ങൾ പൊതുവേ ഉള്ളൊരു രീതി എന്ന് പറയുന്നത്, നല്ല ഉപദേശങ്ങൾ തരുന്ന ആളുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾ, പൊതുവെ മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്, നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ പറയുന്ന കാര്യം കേൾക്കും.
നമുക്ക് വലിയ താല്പര്യമില്ലാത്ത, അവർ നിങ്ങളുടെ ശത്രുക്കളൊന്നും ആയിരിക്കില്ല, പക്ഷെ നമുക്ക് വലിയ താല്പര്യമില്ലാത്ത ആളുകൾ പറയുമ്പോൾ ശരിയാണെങ്കിൽ പോലും അത് കേൾക്കാനുള്ള മടി, നിങ്ങളുടെ ഈഗോ വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ പറയുമ്പോൾ എന്നാലും അത് കേൾക്കില്ല. പക്ഷേ നിങ്ങൾക്ക് നന്മയാണെങ്കിൽ, ശത്രുവാണ് പറയുന്നതെങ്കിൽ പോലും അത് നിങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞത് ഇന്ന ആളാണെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാതിരിക്കുക. കാരണം അതിൻ്റെ നല്ല വശം മനസ്സിലാക്കിയിട്ടാണെങ്കിൽ അതുമായിട്ട് മുന്നോട്ടേക്ക് പോവാം. പിന്നെ ഈ ഒരു മാസം നിങ്ങൾ പൊതുവേ കുറച്ച് ആത്മീയതയിലേക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്ന സമയമാണ്. അപ്പോൾ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. ക്ഷേത്രം, പള്ളികൾ, ഇതുപോലെയുള്ള ആരാധനാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സമയം കാണിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു തൃപ്തി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ക്ഷേത്രത്തിലോ പള്ളികളിലോ എന്തെങ്കിലും അതുപോലുള്ള വഴിപാടുകളോ കാര്യങ്ങളൊക്കെ കഴിക്കാൻ സാധ്യതയുണ്ട്. മക്കളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സന്തോഷ വാർത്ത ലഭിക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിട്ടുള്ള മക്കളുള്ളവരാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരി ഉയർച്ച ഉണ്ടാകുന്നു എന്നുള്ളത്. ലൈഫ്, ജീവിതം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിച്ച പോലെ ജീവിക്കാൻ പറ്റിയില്ല എന്നൊക്കെയുള്ളൊരു ചിന്ത പലരെയും അലട്ടുന്നുണ്ട് എങ്കിൽ ഇനിയും അങ്ങോട്ടേക്ക് സമയമുണ്ട്. ഇതിൻ്റെ ജീവിതം ഇനിയും അവസാനിച്ചു എന്നുള്ള ചിന്തയിലേക്കൊക്കെ, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാനാ എന്നൊരു ചിന്തയിലേക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങളിവിടെയൊന്നും സ്റ്റക്കല്ല, നിങ്ങൾക്ക് ഇനിയും ജീവിതം ബാക്കിയുണ്ട്. പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഇനി അവസരങ്ങളുണ്ട്. പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു, സർക്കാർ ജോലിക്ക് പ്രായത്തിനനുസരിച്ച് ശ്രമിക്കാവുന്നവരാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങാവുന്നതാണ്. ഇതിനൊക്കെയുള്ളൊരു അവസരം കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ല സമയമാണ്. വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾക്ക് നേടാൻ കഴിയും, അതായത് വിദ്യാർത്ഥികളായിട്ടുള്ളവർ പഠിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ജോലിയായിട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്നാണ് ഉദ്ദേശിച്ചത്. ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹാങ്മാൻ എനർജി ആൻഡ് സ്റ്റാർ കാർഡാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ച്, വീട്ടമ്മമാരെ സംബന്ധിച്ച്, അതായത് അധികം മറ്റിടങ്ങളിലൊക്കെ അധികം സഞ്ചരിക്കാത്തവരായിരിക്കും, അല്ലെങ്കിൽ സോഷ്യലി കുറച്ച് ഉൾവലിഞ്ഞ് നിൽക്കുന്നവരോ അങ്ങനെയുള്ളവരെയൊക്കെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരം കിട്ടാത്തത് കൊണ്ടുപോകാം, അവർക്കൊക്കെ കുറച്ചുകൂടി ആക്റ്റീവായിട്ടിരിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നുവെന്ന് പറയാം. പ്രത്യേകിച്ച് വീട്ടമ്മമാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് അധികം തന്നെ അടുത്ത് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ പറ്റുന്ന, സൊസൈറ്റിയായിട്ട് കുറച്ച് അടുത്തിടപഴകാൻ പറ്റുന്നതും, മറ്റ് സമൂഹത്തിനെ മറ്റ് കാര്യങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുന്നത്, ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടായിരിക്കും, എന്തെങ്കിലും സ്കൂള്, അനാഥാലയങ്ങൾ, അതേപോലെ ക്ഷേത്രങ്ങൾ, പള്ളികൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ഓർഗനൈസേഷൻ, NGO അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആക്റ്റീവായിട്ടിരിക്കുക. അത് പ്രത്യേകിച്ച് വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളമാണ്. അതുപോലെ പ്രായമായിട്ടുള്ള റിട്ടയർ ആയിട്ടുള്ളവർ, മറ്റ് വലിയ ജോലികളൊന്നും ഇല്ലാത്തവർ, വീട്ടിലത്തെ, അതായത് ഒരു ഓഫീസ് ഇത്ര സമയം മുതൽ ഇത്ര സമയം എന്നുള്ളൊരു ജോലി ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ടെമ്പറൻസ് എനർജിയാണ്. ഇവിടെ ചുരുക്കം എല്ലാവരിലും അല്ല, ചില വ്യക്തികൾ സന്യാസം, അതുപോലെയുള്ള സന്യാസം സ്വീകരിക്കുന്നു നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ആ ഒരു ജീവിതത്തിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, ആത്മീയ ജീവിതത്തിലേക്ക്. ഇപ്പോൾ പള്ളിയിലെ അച്ഛനോ കന്യാസ്ത്രീയോ ഒക്കെ ആവുന്ന ഒരു സിറ്റുവേഷൻ ആവാം അത്. ക്രിസ്ത്യൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഹിന്ദുസ് ആയിട്ടുള്ളവരാണെങ്കിൽ അതുപോലെ സന്യാസം സ്വീകരിക്കുന്ന ഒരു എനർജി. ചില ആളുകൾ ബുദ്ധമത വിശ്വാസത്തിലേക്ക് പോകുന്നു, മറ്റു മതത്തിലേക്ക് പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ട് അങ്ങനത്തെ എനർജി കാണിക്കുന്നുവെന്ന് മാത്രം. പിന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലും താല്പര്യമുള്ള, അതായത് രണ്ട് തരത്തിലുള്ള ആളുകളാണ്. ഒന്നുകിൽ ഈ ഒരു സമയം നിങ്ങൾ ഭയങ്കരമായിട്ട് ആത്മീയത, ദൈവികത, പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചേർന്ന്, അതായത് നിങ്ങളുടെ സംസാരം തന്നെ വളരെ ഫിലോസഫിക്കലായിട്ടായിരിക്കും സംസാരിക്കുക. എന്തെങ്കിലും നമ്മൾ ചില ആളുകളുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അത് വേറെ ലെവലിൽ പോയി സംസാരിക്കുന്ന ആ ഒരു രീതിയിലേക്ക് പോകാം. അല്ലാത്തവരാണെങ്കിൽ ഭയങ്കരമായിട്ട് കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് പോകും, അതായത് ജോലി 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 എന്നുള്ളൊരു വിചാരം മാത്രം. അപ്പോൾ ഈ ഒരു മാസം അതിൻ്റെ ഒരു മിഡിൽ, അതായത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട അനിവാര്യത മനസ്സിലാക്കാം. കൂടുതലായിട്ട് ഒന്നിലേക്കും പോകാതെ രണ്ടും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതായത് സന്യാസത്തിലേക്ക്, ആ ഒരു ജീവിതത്തിലേക്ക് പോകുന്നവർ ഒഴിച്ച് ബാക്കിയുള്ളവർ കൂടുതൽ ആത്മീയതയിലും കൂടുതൽ ആ ഒരു മെറ്റീരിയലിസ്റ്റിലത്തേക്കും പോവാതിരിക്കുക. അപ്പോൾ രണ്ടും ഒരേപോലെ ആവശ്യമാണ്. ജോലി ആവശ്യമാണ്, പ്രാർത്ഥനയും കുടുംബവും
എല്ലാം ആവശ്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ അത് നിങ്ങളുടെ ലൈഫ് ബെറ്ററായിട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും നന്ദി. നമസ്കാരം.